ഹലോ, മലയാളി സ്പോർട്സ് സോണിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള T20 പരമ്പര നമ്മുടെ ഇന്ത്യൻ ടീം തൂത്തുവാരിയിരിക്കുകയാണല്ലോ. 3-0 സർവാധിപത്യത്തോടുകൂടി സൂര്യകുമാർ യാദവും പിള്ളേരും കൂടി ഈ ഒരു T20 സീരീസ് തൂത്തുവാരിയിരിക്കുന്നത്. ഗൗതം ഗംഭീറിൻ്റെ ഇന്ത്യ, സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീം ഇന്ത്യ ഒരുപാട് നേട്ടങ്ങൾ T20യിൽ ഇന്ത്യക്ക് വേണ്ടി നേടിക്കൊടുക്കും എന്നുള്ളൊരു സൂചന തന്നെയാണ് ഇന്ത്യയുടെ ചുണക്കുട്ടികൾ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. എന്തൊക്കെയായാലും T20യിലെ ഇന്ത്യയുടെ മുൻ നായകൻ രോഹിത് ശർമ്മ, സാക്ഷാൽ ഹിറ്റ്മാൻ, ഇപ്പോൾ ഒരു പോസ്റ്റ് കുറിച്ചുകൊണ്ട് ടീം ഇന്ത്യയെ അഭിനന്ദിക്കുന്നുണ്ട്. രോഹിത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: ഇന്ത്യയുടെ ചുണക്കുട്ടികൾ ആ ഒരു ട്രോഫി ഉയർത്തിപ്പിടിക്കുന്ന ഫോട്ടോകൾ പങ്കുവെച്ചുകൊണ്ട് ഹിറ്റ്മാൻ എഴുതുന്ന ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു: പെർഫെക്റ്റ് സ്റ്റാർട്ട്, വെൽ ഡൺ ടീം ഇന്ത്യ എന്നാണ് രോഹിത് ശർമ്മ ആ ഒരു പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയായാലും ഈ ഒരു സീരീസിൽ കളിച്ചിട്ടുള്ള, ശ്രീലങ്കൻ പര്യടനത്തിൽ കളിച്ചിട്ടുള്ള എല്ലാ താരങ്ങളുടെയും പ്ലെയർ റേറ്റിംഗ് നമ്മൾ ജസ്റ്റ് ഒന്ന് വിലയിരുത്തുകയാണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാം, തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എന്തായാലും ഒന്നാം സ്ഥാനം നമ്മൾ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് തന്നെയാണ്. അതെ, ഈ ഒരു സീരീസിലെ പ്ലെയർ ഓഫ് ദ സീരീസ് ആയിട്ട് മാറിയതും സൂര്യകുമാർ യാദവ് തന്നെയായിരുന്നല്ലോ. അദ്ദേഹം ഇന്നലെ അടക്കം മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ഈ ഒരു സീരീസിൽ ഒട്ടാകെ 92 റൺസാണ് സ്കൈ അടിച്ചു കൂട്ടിയിട്ടുള്ളത്. അതേപോലെ 2 വിക്കറ്റുകളും വീഴ്ത്തിയിട്ടുണ്ട്. അതെ, സ്കൈ ആണ് പ്ലെയർ ഓഫ് ദ സീരീസ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്ലെയർ റേറ്റിംഗ് കൊടുക്കുമ്പോൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നതും സൂര്യകുമാർ യാദവിനാണ്. 9.5 റേറ്റിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ക്രിക്കറ്റ് വ്യൂ പോയിന്റ് എന്നുള്ള ഒരു പോർട്ടലിലെ കണക്കെടുപ്പ് പ്രകാരമുള്ള റേറ്റിംഗ് ആണ് ബാക്കിയുള്ള താരങ്ങളിൽ നമ്മൾ പരിശോധിക്കുന്നത്. അതെ, ഈ ഒരു ക്രിക്കറ്റ് വ്യൂ പോയിന്റ് ആദ്യ സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നത് വാഷിംഗ്ടൺ സുന്ദറിനായിരുന്നു. പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ അത് അർഹിക്കുന്നത് സൂര്യകുമാർ യാദവിന് തന്നെയാണ്. 2ാം സ്ഥാനം വാഷിംഗ്ടൺ സുന്ദറിനാണ് നമ്മൾ കൊടുക്കുന്നത്. അതെ, 9 റേറ്റിംഗ് ആണ് നമ്മൾ വാഷിംഗ്ടൺ സുന്ദറിന് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നലത്തെ മത്സരത്തിലടക്കം മികച്ച പ്രകടനമാണ് വാഷിംഗ്ടൺ സുന്ദർ നടത്തിയിട്ടുള്ളത്. കണ്ടിന്യൂസ് ആയിട്ട് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത്, ഇന്ത്യ ഇൻ ഡീപ് ട്രബിൾ എന്ന് തോന്നിച്ച സമയത്താണ് വാഷിംഗ്ടൺ സുന്ദർ ഇറങ്ങിക്കൊണ്ട് 18 പന്തുകളിൽ നിന്ന് 25 റൺസ് എന്ന മികച്ച സംഭാവന ഇന്ത്യൻ ടീമിന് കൊടുക്കുന്നത്. മാത്രമല്ല 23 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് ഇന്നലെ അദ്ദേഹം 2 വിക്കറ്റുകളും വീഴ്ത്തിയിട്ടുണ്ടായിരുന്നല്ലോ. സൂപ്പർ ഓവറിലും മികച്ച ബൗളിംഗ് പ്രകടനമാണ് വാഷിംഗ്ടൺ സുന്ദർ നടത്തിയിട്ടുള്ളത്. സോ ഇന്നലത്തെ മാച്ചിലെ പ്ലെയർ ഓഫ് ദ മാച്ചായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വാഷിംഗ്ടൺ സുന്ദറിന് 9 റേറ്റിംഗ് കൊടുത്തുകൊണ്ട് നമ്മൾ 2ാം സ്ഥാനത്ത് ഉൾപ്പെടുത്തുകയാണ്. ഈ ഒരു സീരീസിലെ പ്ലെയർ റേറ്റിംഗിൽ 3ാം സ്ഥാനത്ത് ഈ ഒരു ക്രിക്കറ്റ് വ്യൂ പോയിന്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രവി ബിഷ്ണോയിയാണ്. ഡെഫിനറ്റ്ലി അത് അദ്ദേഹം അർഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം ഈ ഒരു സീരീസിലെ മോസ്റ്റ് വിക്കറ്റ് ടേക്കറും രവി ബിഷ്ണോയി തന്നെയായിരുന്നല്ലോ. 4ാം സ്ഥാനത്ത് അർഷ്ദീപ് സിംഗിനെയാണ് ഈ ഒരു ക്രിക്കറ്റ് വ്യൂ പോയിന്റ് ഉൾപ്പെടുത്തുന്നത്. 8.5 റേറ്റിംഗ് തന്നെയാണ് അർഷ്ദീപ് സിംഗിനും കൊടുത്തിട്ടുള്ളത്. ഇവിടെ നല്ല മഴയാണ്, എല്ലായിടത്തും ഇത് തന്നെയായിരിക്കും അവസ്ഥ. അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ അക്സർ പട്ടേലിനെയാണ്, അതായത് ഈ ഒരു സീരീസിൽ 4 വിക്കറ്റുകൾ എടുത്തിട്ടുള്ള അക്സർ പട്ടേലിനെ 8.5 എന്നുള്ള സെയിം റേറ്റിംഗ് കൊടുത്തുകൊണ്ട് ഇവർ 5ാം സ്ഥാനത്ത് ഉൾപ്പെടുത്തുമ്പോൾ 6ാമത്തെയും 7ാമത്തെയും സ്ഥാനങ്ങളിൽ യശസ്വി ജയ്സ്വാളിനെയും ശുഭ്മൻ ഗില്ലിനെയുമാണ് ഉൾപ്പെടുത്തുന്നത്. 8 റേറ്റിംഗ് ആണ് ഈ ഒരു ക്രിക്കറ്റ് വ്യൂ പോയിന്റ് അവർക്ക് കൊടുക്കുന്നത്. ജയ്സ്വാളിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സീരീസിൽ 177 എന്നുള്ള മികച്ച സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം 80 റൺസ് അടിച്ചു കൂട്ടിയിട്ടുണ്ട്. ശുഭ്മൻ ഗില്ലിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു സീരീസിലെ 2ാമത്തെ മാച്ച് അദ്ദേഹം കഴുത്തുവേദന കാരണം കളിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. എങ്കിൽ കൂടി ഈ ഒരു സീരീസിൽ അദ്ദേഹം കളിച്ച 2 കളികളിൽ നിന്ന് 60 റൺസ് നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 7ാം സ്ഥാനത്ത് ശുഭ്മാൻ ഗില്ലിനെ ഉൾപ്പെടുത്തുമ്പോൾ 8ാം സ്ഥാനത്ത് ഋഷഭ് പന്തിനെയാണ് ഉൾപ്പെടുത്തുന്നത്. തൊട്ടു പിന്നാലെ ഹാർദിക് പാണ്ഡ്യ, റിയാൻ പരാഗ്, റിങ്കു സിംഗ്, ശിവം ദുബെ, മുഹമ്മദ് സിറാജ്, ഖലീൽ അഹമ്മദ് എന്നിങ്ങനെയുള്ള താരങ്ങളെയൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ ഏറ്റവും അവസാന സ്ഥാനത്താണ് സഞ്ജു സാംസണിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു പോർട്ടൽ മാത്രമല്ല, പല മാധ്യമങ്ങളും പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ ഒരു പ്ലെയർ റേറ്റിംഗിൽ സഞ്ജു സാംസണിനെ ഏറ്റവും അവസാന സ്ഥാനത്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിനോട് വലിയ വിയോജിപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം സഞ്ജു അത് അർഹിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം കളിച്ച 2 കളികളിൽ നിന്ന് ഒരു റൺ പോലും എടുക്കാതെ ഡെക്കിലാണല്ലോ സഞ്ജു സാംസൺ മടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ സഞ്ജുവിനെ പല മാധ്യമങ്ങളും ഈ ഒരു പ്ലെയർ റേറ്റിംഗിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ് സഞ്ജുവിൻ്റെ ഒരു കിടിലൻ ഗ്രേറ്റസ്റ്റ് കംബാക്കിന് വേണ്ടി തന്നെ. അപ്പോൾ ഗൈസ്, അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.